നമസ്കാരം. അക്ഷര കോളേജ് ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖാണല്ലോ? ലാസ്റ്റ് ക്ലാസ്സിലെ ഭാഗങ്ങളൊക്കെ നിങ്ങൾ നല്ലവണ്ണം പഠിച്ചിട്ടുണ്ടാകും. വർക്കുകളൊക്കെ കുറച്ച് പേര് ചെയ്തു തന്നു. Today I am discuss about classification of society. ലാസ്റ്റ് ക്ലാസ്സിലെ സ്പെൻസറുടെ സമൂഹത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്, ഒരു ഓർഗാനിസവും സൊസൈറ്റിയും തമ്മിലുള്ള താരതമ്യം, അതിന്റെ ഡിഫറൻസ്, ഇതായിരുന്നു ഡിസ്കസ് ചെയ്തത്. ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് സൊസൈറ്റി. Two types of society: militant society and industrial society. Evolutionary theory അനുസരിച്ച്, പരിണാമ സിദ്ധാന്തം അനുസരിച്ച് സ്പെൻസർ സമൂഹത്തെ രണ്ടായിട്ട് വിഭാവന ചെയ്തിട്ടുണ്ട്. ഒന്ന് സമരോത്സുക സമൂഹവും, സെക്കൻഡ് വ്യാവസായിക സമൂഹം. അഗസ്റ്റ് കോംറ്റിന്റെ വീക്ഷണത്തില് സമൂഹത്തെ രണ്ടായി തരംതിരിച്ചിട്ടുണ്ടായിരുന്നു: തിയോളജിക്കൽ സൊസൈറ്റിയും പോസിറ്റീവ് സൊസൈറ്റിയും. അതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് സ്പെൻസർ തന്റെ സമൂഹത്തെ വിഭാവന ചെയ്തിട്ടുള്ളത്. സമൂഹത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട്, ആദിമ സമൂഹം, അതായത് പൗരാണിക കാലഘട്ടത്തിലെ സമൂഹം വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ലൈഫായിരുന്നു. സമൂഹത്തിന്റെ വളർച്ചയോടുകൂടി സമൂഹം ആ ലളിതമായ ജീവിതത്തിൽ നിന്ന് അതിന്റെ ഘടനയിൽ വന്ന മാറ്റം ഒരു സങ്കീർണമായിട്ടുള്ള സമൂഹത്തിലേക്ക് വളർന്നു. ആ ലളിത ജീവിതത്തിൽ നിന്നുള്ള സങ്കീർണമായിട്ടുള്ള ആ ചേഞ്ച് ആണ് ഇവിടെ മിലിറ്റന്റ് സൊസൈറ്റിയിൽ നിന്ന് വ്യാവസായിക സമൂഹത്തിലേക്കുള്ള പ്രയാണം. ഫസ്റ്റ്, മിലിറ്റന്റ് സൊസൈറ്റി എന്താന്ന് നോക്കാം. ആദിമ സമൂഹം, പ്രിമിറ്റീവ് സ്റ്റേജ് സമൂഹം വളരെ ലളിതമാണെന്ന് പറഞ്ഞു. സമൂഹത്തിലെ അന്ന് ഗോത്രത്തലവന്മാരായിരുന്നു അതിനെ ലീഡ് ചെയ്തിരുന്നത്. ഗോത്രത്തലവനായിരിക്കും അതിന്റെ സുപ്രീം പവർ. ഗോത്രത്തലവന്റെ അധികാരം ചോദ്യം ചെയ്യപ്പെടാത്ത വിധം അയാൾക്ക് അതിനുള്ള അവകാശങ്ങൾ ഉണ്ടായിരുന്നു. ഈ ഗോത്രത്തലവന്മാരുടെ കാലശേഷം അവരുടെ അനന്തരാവകാശികളും ഭരിച്ചിരുന്നു. ഇങ്ങനെ ഒരു അലിഖിതമായിട്ടുള്ള അവരുടെ അവകാശങ്ങൾ തുടർന്നു പോന്നുകൊണ്ടിരുന്നു. ഇവരുടെ മനോധർമ്മം അനുസരിച്ച്, അല്ലെങ്കിൽ അവർക്ക് ഉചിതമാണെന്ന് തോന്നുന്നതനുസരിച്ച് ഒരു ഉപദേശക വൃന്ദത്തെ രൂപീകരിച്ചു. അതാണ് അഡ്വൈസറി കൗൺസിൽ. ഈ അഡ്വൈസറി കൗൺസിലാണ് പിന്നീട് ലെജിസ്ലേച്ചറായിട്ട് രൂപം കൊണ്ടത്. ഇങ്ങനെ ആ സമൂഹത്തിന് ഒരു ഇന്റേണൽ യൂണിറ്റി കൈവന്നു. ഇതിൽ നിന്ന്, ആ പൗരാണികമായിട്ടുള്ള സമൂഹത്തിൽ നിന്ന് മിലിറ്റന്റ് സൊസൈറ്റിയിലേക്കുള്ള ഒരു പ്രയാണമാണ് നമ്മളിവിടെ കാണുന്നത്. സമൂഹത്തിലെ സ്പർദ്ധയും, ആദിമ സമൂഹത്തിലുണ്ടാകുന്ന സ്പർദ്ധ, അത് യുദ്ധത്തിലേക്ക് കലാശിക്കുകയും യുദ്ധത്തിനു വേണ്ടി ജനങ്ങളെ സജ്ജരാക്കുകയും ചെയ്തിരുന്നു. ഇങ്ങനെ യുദ്ധം മൂലം സമൂഹത്തിലെ ജനങ്ങളുടെ ഇടയിൽ ഒരു സഹകരണം ആവശ്യമായി വരികയാണ്.
യൂണിറ്റി. നമുക്കറിയാം, ഫസ്റ്റ് ഇൻഡിപെൻഡൻസ് വാർ കഴിഞ്ഞതിന് നമ്മുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം അതിന്റെ ഒരു അനന്തരഫലം എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ജനങ്ങളിലെ ഒരു യൂണിറ്റി കൈവന്നു. ഇത് തന്നെയാണ് ഒരു യുദ്ധം ഉണ്ടാവുമ്പോഴാണ് ജനങ്ങൾ പരസ്പരം അതിന്റെ ഐക്യത്തെക്കുറിച്ച് ബോധവാന്മാരാകുന്നത്. അങ്ങനെ ആ ഗോത്ര സമൂഹത്തിൽ നിന്ന് മിലിറ്റന്റ് സമൂഹത്തിലേക്ക് ഒരു ചേഞ്ച് ഉണ്ടായി. മിലിറ്റന്റ് സമരോത്സവം തന്നെ അവിടെ അതെ ഒരു സെൻട്രൽ, ഒരു സുപ്രീം അതോറിറ്റി അവരായിരിക്കും അവിടെ ഭരിക്കുന്നത്. ഒരു കേന്ദ്രീകൃത ഒരു ഭരണം, സ്വേച്ഛാധിപത്യപരമായിട്ടായിരിക്കും. അവരുടെ ഇഷ്ടം പോലെ അവരെ ഭരിക്കും. വ്യക്തി താല്പര്യത്തിനേക്കാൾ ഉപരി അവിടെ രാഷ്ട്ര താല്പര്യത്തിനായിരുന്നു പ്രാധാന്യം. വ്യക്തികൾക്ക് പ്രത്യേക പദവിയെല്ലാം കൊടുത്തിരുന്നു. വ്യക്തികൾക്ക് സമൂഹത്തിനോട് ദേശസ്നേഹം, ആദരവ്, രാഷ്ട്രത്തോടുള്ള ബഹുമാനം എന്നിവ നിലനിന്നിരുന്നു. ഒരു മിലിറ്റന്റ് സൊസൈറ്റിയിലെ സ്വേച്ഛാധിപത്യപരമായിട്ടുള്ള ഒരു ഭരണമായിരുന്നു നടന്നിരുന്നത്. വ്യക്തി സ്വാതന്ത്ര്യത്തില്, അതായത് ഭരണാധികാരികൾക്ക് വ്യക്തികളുടെ സ്വാതന്ത്ര്യത്തിൽ കൈകടത്താനുള്ള അധികാരമുണ്ടായിരുന്നു. വ്യക്തികൾക്ക് ഒരു ഭരണവ്യവസ്ഥ നിലനിന്നിരുന്നു. മിലിറ്റന്റ് സൊസൈറ്റിയിൽ നിന്ന് ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയിലേക്കുള്ള ഒരു പലായനം അല്ലെങ്കിൽ ഒരു മാറ്റം ഇനി എന്താ നോക്കാം. മിലിറ്റന്റ് സൊസൈറ്റിയിലെ സമൂഹത്തെ രണ്ട് തട്ടുകളായിട്ട് തിരിച്ചിരുന്നു. സമൂഹത്തിലെ ഭരണത്തിൽ സൈനിക മേധാവിത്വമുള്ള ഒരു കൂട്ടമായിരുന്നു, അല്ലെങ്കിൽ ഒരു ക്ലാസ് ആയിരുന്നു അതിന്റെ ഭരണസിരാ കേന്ദ്രം. എന്നാൽ ഭരണത്തിൽ സ്വാധീനമില്ലാത്തതും യാതൊരു പിടിപാടുമില്ലാത്ത സാധാരണ ജനങ്ങൾ സമൂഹത്തിന്റെ അടിത്തട്ടിലായിരുന്നു. അപ്പൊ ഏത് കാലത്തും സമൂഹത്തിലെ ഈ ഉച്ചനീചത്വങ്ങൾ ഉണ്ടായിരുന്നു. സാമ്പത്തിക അസമത്വങ്ങളും നിലനിന്നിരുന്നു. ജനസംഖ്യ വർദ്ധിച്ചു തുടങ്ങി. ജനസംഖ്യ വർധനവിന്റെ ഫലമായിട്ട് രാജാക്കന്മാര് രാജ്യത്തിന്റെ വിസ്തൃതി എക്സ്റ്റെൻഡ് ചെയ്തു തുടങ്ങി. അങ്ങനെ രാജ്യം പോയി അതൊരു സാമ്രാജ്യമായിട്ട് മാറിക്കൊണ്ടിരുന്നു. അപ്പൊ അതിർത്തികളൊക്കെ വികസിച്ചു. ഈ സാമ്രാജ്യത്തിലെ ജനങ്ങൾ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ ജനങ്ങൾക്ക് ആവശ്യം കൂടുതൽ ഉപഭോഗ വസ്തുക്കൾ ആവശ്യമായി വരികയാണ്. ജനങ്ങളുടെ ആവശ്യത്തിന് പ്രാധാന്യമാവുകയും അങ്ങനെ മിലിറ്റന്റ് സൊസൈറ്റിയിൽ നിന്നും ഒരു വ്യാവസായിക സമൂഹത്തിലേക്ക് മാറി. ഇങ്ങനെയാണ് മിലിറ്റന്റ് സൊസൈറ്റി ചേഞ്ച് ചെയ്ത് ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയിലേക്ക് എത്തി എന്നാണ് സ്പെൻസർ പറയുന്നത്. വ്യാവസായിക സമൂഹം വ്യക്തികൾക്ക് പ്രാധാന്യം നൽകിയതായിരുന്നു. സമൂഹത്തിനായിരുന്നു അവിടെ പ്രാധാന്യം. രാഷ്ട്രത്തെക്കാൾ ഉപരി സമൂഹത്തിനായിരുന്നു, വ്യക്തി താല്പര്യത്തിനായിരുന്നു. അവിടെ ജനാധിപത്യമായിരുന്നു. ഒരു ജനാധിപത്യ ഭരണക്രമം നിലവിൽ വന്നു. ജനങ്ങളുടെ താല്പര്യങ്ങൾക്ക് അതുപോലെ തന്നെ ജനങ്ങളുടെ അവകാശങ്ങൾക്കും പ്രാമുഖ്യം നൽകി. അങ്ങനെ വ്യാവസായിക സമൂഹം വളർച്ച തുടങ്ങി. മിലിറ്റന്റ് സൊസൈറ്റിയിൽ നിന്ന് വ്യാവസായിക സമൂഹത്തിലേക്കുള്ള ഈ വളർച്ച, പടിപടിയായിട്ടുള്ള ഈ വളർച്ച ജനങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിക്കുകയും ജനങ്ങളിൽ സഹകരണം ഉണ്ടാവുകയും ജനങ്ങൾക്ക് ഐക്യബോധം ഉണ്ടാവുകയും അങ്ങനെ സമൂഹത്തിന് ഒരു കെട്ടുറപ്പുണ്ടാവുകയും ചെയ്യുന്നു. ഇപ്പൊ സ്പെൻസർ പറയുന്നത് ഒരു വ്യാവസായിക സമൂഹം, അദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള ഒരു വർക്കാണ് ദ പ്രിൻസിപ്പിൾസ് ഓഫ് സോഷ്യോളജി എന്ന കൃതിയിൽ അദ്ദേഹം ഒരു വ്യാവസായിക സമൂഹത്തെ മേന്മയെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. ആദിമ സമൂഹത്തിൽ നിന്ന്
സമരോത്സവ സമൂഹത്തിലേക്കും അവിടെ നിന്ന് ഒരു വ്യാവസായിക സമൂഹത്തിലേക്കുള്ള ഒരു മാറ്റമാണ് സ്പെൻസർ ഇവിടെ കാണിക്കുന്നത്. വ്യാവസായിക സമൂഹം കുറച്ചുകൂടി പരിഷ്കൃതവും അതേപോലെ തന്നെ ജനങ്ങളുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ച് ഭരിക്കുന്ന ഒരു ഭരണാധികാരവും നിലനിന്നിരുന്നു. അത് വേണമെന്നാണ് സ്പെൻസർ ആവശ്യപ്പെടുന്നത്. സ്പെൻസറുടെ അഭിപ്രായത്തിൽ ഒരു വ്യാവസായിക സമൂഹം എങ്ങനെ വേണം എന്നുള്ളൊരു കാഴ്ചപ്പാട് അദ്ദേഹത്തിനുണ്ടായിരുന്നു. വ്യാവസായിക സമൂഹത്തിലെ രാഷ്ട്രത്തിനേക്കാൾ പ്രാധാന്യം അവിടെ ജനങ്ങൾക്കാണ്, സമൂഹങ്ങൾക്കാണ്. സമൂഹമാണ്, ഒരു നല്ല സമൂഹമാണ് ഒരു നല്ല രാഷ്ട്രം പടുത്തുയർത്തുക എന്നതാണ് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട്. ഓക്കെ, മനസ്സിലാണില്ലേ? മിലിറ്റന്റ് സൊസൈറ്റി ആൻഡ് ഇൻഡസ്ട്രിയൽ സൊസൈറ്റി. നെക്സ്റ്റ്, മിലിറ്റന്റ് സൊസൈറ്റിയിൽ നിന്ന് വ്യാവസായിക സമൂഹത്തിലേക്കുള്ള ഒരു പ്രയാണമാണ് സാമ്പത്തിക പുരോഗതിയും സാമൂഹിക പുരോഗതിയും കൈവരിക്കുക എന്നതാണ് സ്പെൻസറുടെ വാദഗതി. മിലിറ്റന്റ് സൊസൈറ്റിയും ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയും തമ്മിൽ കുറെ വ്യത്യാസങ്ങളുണ്ട്. എന്താണ് നമുക്ക് ആ ഡിഫറൻസ് നോക്കാം. ഫസ്റ്റ്, സാമൂഹിക യോജിപ്പ് തന്നെ. ഒരു ഇന്റഗ്രിറ്റി, ജനങ്ങൾ തമ്മിലുള്ള അല്ലെങ്കിൽ സമൂഹത്തിലെ ജനങ്ങൾ തമ്മിൽ ഇന്റഗ്രിറ്റി കുറവായിരിക്കും. യോജിപ്പ്, കാരണം പട്ടാളച്ചിട്ടയിലുള്ള ഒരു ഭരണമാകുമ്പോൾ അവിടുത്തെ ജനങ്ങൾക്ക് എപ്പോഴും അത് അസംതൃപ്തിയാണ് ഉണ്ടാക്കുക. പട്ടാളച്ചിട്ടയാണ് ഒരു വളരെ ധാർഷ്ട്യവും കർക്കശവുമായിട്ടുള്ള ഒരു സ്വഭാവമാണ്. അപ്പൊ അത് വളരെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. എന്നാൽ വ്യാവസായിക സമൂഹത്തിലെ ജനങ്ങളുടെ ഇഷ്ടത്തിന്, അതവിടെ ജനാധിപത്യമാണ്, ജനങ്ങളുടെ ഇഷ്ടത്തിന് അവരുടെ സർവതോന്മുഖമായിട്ടുള്ള ഗുണത്തിന് വേണ്ടിയായിരിക്കും ഭരണകൂടം ശ്രമിക്കുക. സെക്കൻഡ്, എങ്ങനെയുള്ള ഭരണകൂടമായിരിക്കും ഒരു മിലിറ്റന്റ് സമൂഹത്തില്? സ്വേച്ഛാധിപത്യവും അതേപോലെ കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു അതോറിറ്റി, ഏകാധിപത്യമായിരിക്കും. ആ ഏകാധിപത്യം ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുകയാണ്. അതിൽ ജനങ്ങൾക്ക് സംതൃപ്തി ഉണ്ടാവില്ല. നേരെ മറിച്ച് ആധുനിക സമൂഹത്തിൽ വ്യാവസായിക സമൂഹം ജനങ്ങൾക്ക് വേണ്ടിയാണ് അവിടെ പ്രവർത്തിക്കുന്നത്. ജനങ്ങളുടെ അധികാരങ്ങൾ മിലിറ്റന്റ് സമൂഹത്തിലെ വളരെ നിയന്ത്രിച്ചിരുന്നു. അവിടെ ഗവൺമെന്റിനാണ് അധികാരം. സാമൂഹ്യ സ്ഥാപനങ്ങളെ നിയന്ത്രിച്ചിരുന്നതും ഗവൺമെന്റാണ്. വ്യാവസായിക സമൂഹത്തിലെ സാമൂഹ്യ സ്ഥാപനങ്ങൾക്ക് അവരുടേതായുള്ള പ്രത്യേക അവകാശങ്ങൾ നൽകിയിരുന്നു. അതുപോലെ തന്നെ മിലിറ്റന്റ് സൊസൈറ്റിയിലെ ഭരണകൂടത്തിനുള്ള അധികാരങ്ങൾ ഒരു കേന്ദ്രത്തിൽ അല്ലെങ്കിൽ ഒരു സുപ്രീം പവറിൽ നിക്ഷിപ്തമായിരുന്നു എന്ന് പറഞ്ഞു. ആധുനിക സമൂഹത്തിലെ ഗവൺമെന്റ് അധികാരം പല തട്ടുകളിലായി വിഭജിച്ചിരിക്കുന്നു. വികേന്ദ്രീകൃത ഭരണമാണ് ആധുനിക സമൂഹം കൈക്കൊള്ളുന്നത്. അപ്പൊ ആധുനിക സമൂഹത്തിലാണ് ജനങ്ങൾക്ക് സ്വതന്ത്ര ചിന്തയുണ്ടാവുക. സ്വാതന്ത്ര്യത്തോട് കൂടിയിട്ട് ജീവിക്കാനും അവർക്ക് അവരുടെ ആശയങ്ങൾ കൊണ്ടുവരാൻ, പുതിയ ആശയങ്ങൾ വെളിപ്പെടുത്താനൊക്കെ സ്വാതന്ത്ര്യം ആധുനിക വ്യാവസായിക സമൂഹത്തിലാണ്. അപ്പൊ ഒരു സമൂഹത്തിന്റെ പുരോഗതി എന്ന് പറയുന്നത് അവിടുത്തെ ജനങ്ങളുടെ സ്വതന്ത്രമായിട്ടുള്ള ചിന്താഗതിയും സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കാനുള്ള കഴിവും കൂടിയാണ്. അപ്പൊ ഇതൊക്കെയാണ് ഒരു മിലിറ്റന്റ് സൊസൈറ്റിയും ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയും തമ്മിലുള്ള ഡിഫറൻസ്. ഇപ്പൊ കർക്കശമായിട്ടുള്ള ഒരു സമൂഹത്തിൽ നിന്ന് വളരെ ലിബറൽ ആയിട്ടുള്ള ഒരു സമൂഹത്തിലേക്കുള്ള ഒരു മാറ്റം അല്ലെങ്കിൽ പ്രയാണമാണ് ഇന്ന് കാണുന്ന ആധുനിക സമൂഹം. വ്യാവസായിക സമൂഹമാണ്, ജനാധിപത്യപരമാണ്, ജനങ്ങൾക്ക് ജനങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാനും അഭിപ്രായ സ്വാതന്ത്ര്യമെല്ലാം നൽകുന്ന
ഒരു ഗവൺമെന്റ് വേണമെന്ന് തന്നെയാണ് സ്പെൻസർ ആവശ്യപ്പെടുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ? എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കണം, വർക്കുകൾ ചെയ്യണം. For difference between militant and industrial society. Okay. Thank you. Have a nice day.